ചിലത് ചാരിയാൽ ചിലത് മണക്കും, ഇത് സ്വാഭാവികം. ശശികലയെ ചേർത്ത് പിടിച്ചുള്ള ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓണവും ക്രിസ്മസും ഒരുമിച്ചാഘോഷിക്കലും 10 ദിവസം ലീവ് അനുവദിക്കലും മതേതരത്വം. ഇഷ്ടമുണ്ടെങ്കിൽ ആഘോഷിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ പോലും കൊടും വർഗീയത. ആഘോഷങ്ങളിൽ നബിദിനം കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് തീവ്രവാദം. മലക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ മാലയിൽ പോയി വന്നു കഴിഞ്ഞുള്ള അവലും മലരും അരവണയും സത്യക്രിസ്ത്യാനി ധരിക്കുന്ന കൊന്തയും അധ്യാപകരായ കന്യാസ്ത്രീകളുടെ അച്ഛന്മാരുടെയും ലോഹയും ശിരോവസ്ത്രവുമെല്ലാം മതേതരത്വം. പതിറ്റാണ്ടുകളായി മുസ്ലിം പെൺകുട്ടികൾ സ്കൂളുകളിൽ ധരിക്കുന്ന തട്ടവും ഹലാൽ ഭക്ഷണവും തൊപ്പിയും വെള്ള വസ്ത്രവും പർദ്ദയുമൊക്കെ ശുദ്ധവർഗീയത, ഭീകര തീവ്രവാദം. സർക്കാർ സംവിധാനങ്ങളിലെ എല്ലാ വിശിഷ്ട പരിപാടികളിലും ഹൈന്ദവ ആചാരങ്ങൾ കുത്തിനിറക്കൽ മതേതരത്വം. അത് ചോദ്യം ചെയ്താൽ പോലും വർഗീയത, തീവ്രവാദം. ഇതൊക്കെ നടക്കുന്നത് യോഗിജി ഭരിക്കുന്ന UP-യിലല്ല എന്നതാണ് ഏറെ ആശ്വാസകരം. പിണറായി വിജയൻ ഭരിക്കുന്ന മതേതര കേരളം എത്ര സുന്ദരം. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ലെന്ന് നിക്കന്മാർ ഒന്നടങ്കം തീരുമാനമെടുത്താൽ തീരാവുന്നതേയുള്ളൂ ഇവരുടെ സൂക്കേട്. യൂണിഫോം തീരുമാനിക്കുവാൻ സ്കൂളിന് അനുമതിയുണ്ടെങ്കിൽ ഒട്ടേറെ യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ഇരിക്കുന്ന ഈ സിസ്റ്ററുടെ ഈ ഫോട്ടോക്ക് എന്ത് മറുപടിയായിരിക്കും ഇവർക്ക് നൽകാനുള്ളത്? ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി വാക്ക് തർക്കങ്ങൾ നടക്കുന്നു. എന്നാൽ നാം മറക്കരുത്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വന്തം മതാചാരങ്ങൾ പാലിക്കുവാനുള്ള സ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഒരുപോലെ അനിവാര്യമാണ്. ഹിജാബ് ധരിച്ചെത്തുന്ന കുട്ടികളെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം ഉടലെടുക്കുന്നത് എങ്ങനെയാണ്? ഈ സിസ്റ്ററെ കാണുമ്പോൾ കുട്ടികൾ ആകെ ഭയപ്പാടിലാണോ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരും തലമറിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണോ? ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. തലമറച്ചു വന്ന വിദ്യാർത്ഥിനിയോട് തലമറക്കരുതെന്ന് പറഞ്ഞ ടീച്ചറോട് ബൈബിളിലെ ഒരു വചനമാണ് എനിക്ക് പറയാനുള്ളത്. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അപമാനിക്കുന്നു, അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത്. ഖുർആനിലല്ല, ബൈബിളിൽ പറയുന്ന വാക്യമാണിത്. അങ്ങനെ തലമറക്കരുതെന്നും മറ്റു മതാചാരങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിക്കരുതെന്നും പറയാൻ മാത്രം എന്ത് അധികാരമാണ് ആ സ്ത്രീക്കുള്ളത്? ഹിജാബ് ഇസ്ലാമിന്റെ മാത്രം നിയമമാണെങ്കിൽ എന്തിനായിരിക്കും ആ ടീച്ചറെ ധരിച്ചിട്ടുണ്ടാവുക? ബൈബിളിൽ കൊറിന്തോസ് 11-ാം അധ്യായത്തിൽ 5-ാം വാക്യം, ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അപമാനിക്കുന്നു, അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത്. അടുത്ത വചനം, സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ, മുടി മുറിക്കുന്നതും തല ക്ഷൗര്യം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്നും കാണാം. വേറെയും പല വചനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. ഇനി ഹൈന്ദവ വേദങ്ങളിൽ നോക്കിയാൽ ഋഗ്വേദത്തിൽ പറയുന്നത് പതിവായി സ്ത്രീ ഭർത്താവിന്റെ മുമ്പിൽ വിനയത്തോടെ ഇരിക്കണം, അവൾ പരിമളമുള്ള വസ്ത്രം ധരിച്ച് തലയും മുഖവും മറക്കണമെന്നാണ്. പരശുരാമനെ കണ്ടപ്പോൾ രാമൻ പത്നിയായ സീതയോട് മൂടുപടം ഉപയോഗിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ സീത പറയുന്ന ഒരു രംഗമുണ്ട്, പ്രഭോ, ഞാൻ എന്റെ മറവ് മാറ്റി നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഇനി എന്റെ തലമൂട് നീങ്ങി നിന്റെ കൃപയാൽ ഞാൻ നിസ്സംഗയായിരിക്കുന്നു. ഇവിടെയും തലമറക്കുന്ന വിഷയം പ്രതിപാദിച്ചത് കാണാം. ഹിന്ദുമതത്തിലെ വേദകാലഘട്ടത്തിലെ ഗൃഹസ്ഥാശ്രമ ജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രഹസൂത്രങ്ങളിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സ്ത്രീ തലമറക്കണമെന്ന് പറയുന്നത് കാണാം. ഇതുപോലെ സർവ്വ മതങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന തലമറക്കലിനെ മറ്റു കുട്ടികളെ പേടിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഈ ടീച്ചർ എന്ത് നന്മയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിലും ടീച്ചറുടെ തലയിലുള്ള തട്ടത്തിനില്ലാത്ത എന്ത് ഭയമാണ് ആ വിദ്യാർത്ഥിനിയുടെ തട്ടത്തിനുള്ളത്? തട്ടത്തിനില്ലാത്ത എന്ത് ഭയമാണ് ആ വിദ്യാർത്ഥിനിയുടെ തട്ടത്തിനുള്ളത്?